ഒരു സംശയം. ഈ നേരത്തെ നിനക്ക് സംശയമാണോ വാസു? നിനക്ക് പറ്റിയോ? ഒന്നും പറ്റാതിരിക്കാനാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അമ്മേ, അച്ഛൻ വന്നു. അച്ഛൻ കുടിച്ചിട്ടുണ്ടോ മക്കളെ? ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, അയലത്തുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേ? എനിക്ക് അടുക്കള വേറെ ജോലിയുണ്ട്. എന്റെ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് പോയാൽ മതി. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് എന്നെ കൊച്ചാക്കണം, എന്നെ ഒരുമാതിരി കുഞ്ഞിരാമനാക്കണം. ഞാനിത് സഹിക്കാൻ തുടങ്ങി കുറെ കാലമായി. കള്ളു കുടിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഇല്ലടി, ഈ ഫീലിങ്സ് കൊണ്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. എന്നെ വിളിച്ചു വരുത്തി സല്യൂട്ട് അടുപ്പിച്ച് നിന്നെ സാറാരെന്ന് വിളിപ്പിച്ച് എന്നിട്ട് എനിക്ക് കോൺസ്റ്റബിൾ സുധാകരനല്ല ഇൻസ്പെക്ടർ ബലറാമിനെയാണ് കാണേണ്ടത്. എന്നെ എനിക്ക് വേണ്ട ലേഡി. നീ വെറും PC സാധാ കോൺസ്റ്റബിൾ ആയിരുന്ന കാലത്ത് എനിക്ക് എഴുതിയ കത്തുകൾ ഇപ്പോഴും എന്റെ പെട്ടിക്കകത്ത് കാണും. എഴുതി എഴുതി എന്നെ കിറക്കി മയക്കി എടുത്തിട്ട് ഇപ്പോ പിള്ളേര് കേൾക്കാൻ നിങ്ങൾ ഈ വൃത്തികേട് പറയാതെ. കേക്കിട്ടടി നാട്ടുകാർ മുഴുവൻ. PC ദാക്ഷായണി SI ദാക്ഷായണി ആയത് വോളിബോൾ കോർട്ടിൽ പന്ത് ഉയർത്തി കൊടുത്തിട്ടല്ലേ, അല്ലാതെ നിന്റെ മെറിച്ചോണ്ടല്ലോ. അല്ല, സമ്മതിച്ചു. പോലീസ് ടീമിൽ ഏലമ്മ ഏലിയാമ്മ ആയില്ലെങ്കിലും നീ പൊക്കിയ പന്തിന് പകരം ഡിപ്പാർട്ട്മെന്റ് നിന്നെ പൊക്കാനാവുണ്ടായി. അതുകൊണ്ട് ഇയാൾക്ക് എന്തോ നഷ്ടം വന്നു? ഈ കായിക പ്രതിഭയ്ക്ക് ഇപ്പൊ സുധാരണ വേണ്ട, ഇൻസ്പെക്ടർ ബലറാം മതി. കൂടി പോകുന്നു. എങ്കിൽ ബലറാമിന്റെ കൂടെ ക്വാർട്ടേഴ്സിൽ പോയി പുറത്തോടെ നീ. അയ്യോ, ഇത് ഞാൻ സാറിനോട് പറയാൻ പേടിപ്പിക്കാടി. എന്താ അവനൊരു ചൊരണ്ടോ? എടി ഇൻസ്പെക്ടർ ബലറാം നാട്ടുകാരെ വിളിക്കുന്ന പോലെ കരടി ബാലുവാണെങ്കിൽ ഈ സുധാകരൻ വ്യാക്രമാണടി. വ്യാക്രം കൂർക്കപ്പന്നിന്ന് പറ. റോഡിലെ കാട്ടം തിന്നുന്ന. എന്താണ് അവള് പറഞ്ഞ? റോഡിലെ കാട്ടം തിന്ന് നടക്കുന്ന കൂർക്കപ്പന്നിന്ന്. പന്നിന്ന എന്ന് പറഞ്ഞ അവള്? അമ്മേ, അച്ഛൻ തോക്കെടുത്തു. എന്റെ ദൈവമേ, അയ്യോ, അതിന് നിറയുണ്ട്. നിങ്ങൾ അതും വെച്ച് കൊല്ലൂരെ എല്ലാത്തിനെയും മൂന്നിനെയും കൊണ്ട് ഞാൻ ചാവും. ദൈവത്തെ ഓർത്തരുതേ. നിങ്ങൾ ബോധമില്ലാതെ വല്ലതും. ഇല്ലേ, നിന്റെ ഉദ്യോഗം മേലായിട്ട് സഹിച്ച് അടിമയെ പോലെ അനുസരിച്ച് ജീവിക്കുന്ന ആരും വേണ്ട. ഞാൻ അനുസരിച്ചോളാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഉറപ്പാണ്? ഇങ്ങോട്ട് മാറിക്കണേ, മാറിക്കാൻ. അറ്റൻഷനിൽ സല്യൂട്ട്. നേരെ കറക്റ്റായിട്ട് ചെയ്യും. സാറിന് വേണ്ടി ഞാൻ പലയിടത്തും വാദിക്കാറുണ്ട്. ബൽറാം സാർ മറ്റ് CIമാരെ പോലെയല്ല, ഡീസന്റ് ആണ്, കൈക്കൂലി വാങ്ങാറില്ല, കുടിക്കുകയാണെങ്കിലും കണ്ടവന്റെ ചക്കാത്തടിക്കില്ല, തെമ്മാടുത്തുമില്ല, വ്യഭിചാരമില്ല. അല്ല, കുറച്ചു മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ കുഴപ്പമില്ല, കൊള്ളാം. സാർ അറിഞ്ഞാണില്ല ഞങ്ങളുടെ പോലീസ് അസോസിയേഷന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചത്. പണ്ടത്തെ പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ വീട് പണി ചെയ്യാനും തെരുവിളി കേൾക്കാനും കോൺസ്റ്റബിൾമാരെ കിട്ടില്ല. നിറാസ്കർ എന്ന് വല്ലതും വിളിച്ചാ നീ എന്ത് ചെയ്യണോ? പൊട്ടി. എവിടേക്കാണ് പോണ്ടെന്ന് പറഞ്ഞില്ല. കമ്മീഷണർ വീട്ടിലേക്ക്. സുധാകരൻ, താനവിടെ പോവാ? മറ്റുള്ളവർ മനുഷ്യരാണ്. കാലത്ത് പച്ചവെള്ളം പോലും കഴിക്കാൻ സാറിന്റെ അടുത്തേക്ക് വന്നത്. അവിടെ ഒന്നും തന്നില്ല. കമ്മീഷണർ വീട്ടിലും എന്നെ പുറത്ത് നിർത്തിയിട്ട് സാർ വെട്ടി വിഴുങ്ങില്ലേ? അങ്ങനെ പട്ടി കിടന്ന് ജോലിയാണെന്ന് നോക്കില്ല. സാറിന് തിരക്കൊണ്ടേ പൊക്കോ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. കൃഷ്ണേട്ടാ, അന്വേഷണം പുട്ടുപോയി കട്ടിലേ. കാശില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം, പൈസ എടുത്തിട്ടില്ല. ഇവിടെ എന്താ വേണ്ടി? അവിടെ കൊടുത്തു തന്നെ മതി. സാറും ഒന്നും കഴിച്ചില്ലായിരുന്നു അല്ലേ?
സോറി. കടപ്പുറത്ത് ഒരു ലോക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ടാണ് സാർ ഈ പെണ്ണ്. അവിടെ കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങളുണ്ട്, ഡയമണ്ട് നെക്ലസ് അടക്കം. എന്റെ സംശയം എന്ത് ചോദിച്ചിട്ടോട് മിണ്ടുന്നില്ല. ഷീസ് ഹാർഡ് ആൻഡ് അഡമന്റ്. ഇനി സാറ് ചോദിച്ചാ ചിലപ്പോ. അതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? സർ, ആ പോക്കറ്റടിക്കാരി ദേവു. ആദ്യം അവളെ പുറത്തേക്ക് മാറ്റും. കടപ്പുറംകാരിയോട് ഞാൻ ചോദിക്കാം. പാടി ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. ചാവണോടി നീയൊക്കെ. ഇങ്ങനെ കമ്പി പഴിപ്പിച്ച് മാംസം കരിച്ചിട്ട് കാര്യമില്ല ദാക്ഷായണി. ആ ഇലക്ട്രിക് ഷോക്ക് കൊടുക്ക്, അവള് പറയും. സത്യം നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. സത്യം പറയാം സർ. ആരായിരുന്നു നിന്റെ കൂടെ കുടിച്ചവര്? ആരാന്നറിയില്ല. കടലിൽ നിന്ന് എന്റെ അങ്ങേര് പറഞ്ഞു വെച്ചതാ. പിന്നെന്തിന് ബാറിൽ വെച്ച് നീ അവന്മാരുമായിട്ട് വഴക്കിട്ടു? കള്ള് തലയ്ക്ക് പിടിച്ചപ്പോ അതിലൊരുത്ത എന്റെ മേത്ത് കൈവച്ചു. ഞാൻ അത്രക്കാരല്ല സർ. പോലീസുകാരെ കണ്ടപ്പോ അവർ ഓടിക്കളഞ്ഞു. അങ്ങേരറിഞ്ഞ 4 കൊല്ലും. ആളെ കൊല്ലുന്ന നിന്റെ അങ്ങേരാരാടി? അവനിപ്പോ എവിടെയുണ്ട്? കടലിൽ. ഈ ആഭരണങ്ങളൊക്കെ നിനക്ക് ഡിക്രൂസ് എന്ന സമ്മാനമായിരിക്കും അല്ലേ? ഇതിന്റെ ബാക്കി ഇനിയും കാണണമല്ലോ. അതെവിടെയുണ്ട്? അല്ലെങ്കിൽ നിന്റെ ഇലക്ട്രിക് ഷോക്ക് ആണോ നിനക്ക്? ദാക്ഷായണി, ഇവിടെ പുറത്തേക്ക് കൊണ്ടുപോ. വേണ്ട സർ, ഞാൻ പറയാം. പറ്റില്ല. എടാ സംശയം വാസു, നീ അത്രക്കായോ? എന്താണോ ഇത്? സാർ, പേ ബുക്കിൽ സ്റ്റാമ്പ് വെച്ച് ഒപ്പിട്ടതിന് ശേഷം അവൻ പറയാൻ എന്റെ ശമ്പളം തരില്ലാന്ന്. അവനല്ല, നിന്റെ കെട്ടിയോളാ പറഞ്ഞ് കൊടുക്കണ്ടെന്ന്. ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. SIയോട് കോൺസ്റ്റബിൾ മര്യാദ കാണിക്കണം. കമോൺ. സാർ, എന്റെ ശമ്പളം ഞാൻ പറഞ്ഞിട്ടാണ് അവർ നിർത്തിയത്. കള്ളു കുടിച്ച് തീർക്കാനല്ലേ? തരില്ല. എന്നാലും ഇതിന്റെ അവസാനത്തെ നോ ആർഗ്യുമെന്റ്. പൊക്കോളൂ. ഇതിന് എന്റെ ശവം ഞാൻ നിന്നെ കൊണ്ട് തീറ്റിക്കും. നോക്കിക്കോ. ഉവ്വ്. ഇയാളുടെ ശമ്പളം എനിക്ക് എന്തിനാ? നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനല്ലേ? വയസ്സായ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ആരാ മറ്റൊരു സഹായം? കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചു തീർക്കും. ഈ വീടിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനെന്നെ ഇട്ട് ഇങ്ങനെ ശിക്ഷിക്കുന്ന മനുഷ്യ? പെട്ടെന്നൊരു ക്ഷീണം. എന്താ തൊട്ടില് കെട്ടാനായിട്ട് ഇങ്ങനെ. ആർക്ക്? നിനക്കോ? അല്ല, കുട്ടിയൊക്കെ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, അച്ഛൻ വിട ചോദിക്കുകയാണ്. നിങ്ങളുടെ അമ്മ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം.
ആ രാക്ഷസിയുടെ ദ്രോഹം സഹിച്ച ഒരു അടിമയെ പോലെ ജീവിക്കാൻ ഇനിയും എനിക്ക് സാധ്യമല്ല. എന്റെ മരണത്തിന് ഉത്തരവാദി അവൾ മാത്രമാണ്. ഈ കത്ത് അവൾ മറച്ചാലും നിങ്ങൾ സ്റ്റേഷനിൽ പോയി ബൽറാം സാറിനോട് പറയണം. 1000 ഉമ്മകളോടെ നിങ്ങളുടെ പരേതനായ അച്ഛൻ. എന്തിനാ താച്ചാണ് ഇത്രയൊക്കെ സഹിച്ചിട്ട് ഈ നാറിക്ക് വേണ്ടി ഒന്ന് പോകുന്നത്? എത്രയായാലും എന്റെ പിള്ളേരുടെ അച്ഛനല്ലേ സാർ? ഇനി ഇവിടെ ഉപദ്രവിച്ചാലുണ്ടല്ലോ ആത്മഹത്യാ ശ്രമത്തിന് നിന്റെ പേര് ഞാൻ കേസെടുക്കും. ഈ കത്തതിന് തെളിവാണ്, മനസ്സിലായോ? കുട്ടികളെ മുഴുവൻ കൊല്ലേണ്ടി വരും. എന്താണ് ആ പട്ടി കാണിക്കുന്നത്? ഞാൻ തരില്ല. എന്റെ 2 മക്കളും അതിനകത്തുണ്ട് സർ. പ്ലീസ് സർ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം സർ. പ്ലീസ് സർ, എന്റെ കുട്ടികൾ. മണി, സാരമില്ല, നിങ്ങൾ പേടിക്കണ്ട. ഇതാരാടാ? മുതലാളിയുടെ സത്യം പറഞ്ഞാൽ നിന്നെ ശിക്ഷിക്കില്ല. മാപ്പ് സാക്ഷിയാക്കാം. ഇതിന്റെ ബാക്കി എവിടെ ഉണ്ട്? മുതലാളിയുടെ വീട്ടിൽ. എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കാണിച്ചു കൊടുക്കണം. സെർച്ച്. ഒരു സ്ഥലവും വിട്ടുപോരും. വീട് കയ്യേറി കൊള്ള ചെയ്യാനാ ഭാവമെങ്കിൽ കൊള്ളല്ല. താൻ ഗോവയിലേക്ക് അയച്ച എന്റെ ബാക്കി വല്ലതുകൊണ്ടൊന്ന് പരിശോധിക്കാൻ. ഹലോ. നമ്മൾ തമ്മിലുള്ള ചെറിയ പിണക്കം തീർക്കാൻ നിങ്ങൾ പണം മോഹിക്കുന്നവനല്ലെന്ന് എനിക്കറിയാം. എനിക്ക് സ്വകാര്യമായിട്ട്
ആളെ ഒന്ന് കാണണം. ഒരു മോഹം. ഇഷ്ടപ്പെട്ടല്ലേ വിളിക്കുന്നത്? ഇവിടെ എന്താ കുഴപ്പം? എന്നെ കാണാൻ മോഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. അവിടേക്ക് ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് ചീത്തപ്പേരാവില്ലേ? ആരും അറിയില്ല. കോട്ടേഴ്സിൽ ഞാൻ തനിച്ചേ ഉള്ളൂ. ഓക്കെ, സീ യു. ഓക്കെ, ഞാൻ കാത്തിരിക്കാം. ഇരിക്ക്. താങ്ക് യു. മാഡം കുടിക്കില്ലേ? ഒക്കേഷനിലെ, ബട്ട് നോട്ട് ദിസ് ടഫ്. ഇത് ഇന്ത്യൻ വിസ്കി അല്ലേ? നിങ്ങൾക്ക് ഫോറിനെ ഇഷ്ടപ്പെടുള്ളൂ എന്നറിയാം. പക്ഷേ ഇന്ന് എല്ലാ കാര്യത്തിലും എന്റെ ടേസ്റ്റ് ഷെയർ ചെയ്യുമെന്ന് കരുതി. ഓക്കെ. ഉം. നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം. സഹദേവനെതിരെ ചാർജ് ചെയ്ത കേസിൽ എന്റെ പേര് വരരുത്. ഇല്ലെങ്കിൽ അനവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ സ്റ്റാറ്റസ് അത് കാരണം നശിക്കാനിടയാവും. സ്റ്റാറ്റസ്? എന്താ നിങ്ങൾ? ഏയ്, ഒരു പഴയ കഥ ഓർക്കാൻ. 9 നാടുവാണ ഒരു കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടി കുടുംബം പട്ടിണിയായപ്പോ ഒരു ജോലി തേടി തിരുവനന്തപുരത്ത് പോയ കഥ. താൻ വിശ്വസിച്ച് ആരുടെ ഒപ്പം പോയോ ആ നേതാവ് അവളെ ചതിച്ചു. പലരും ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട അവൾക്ക് പിന്നീട് ജീവിക്കാൻ വ്യഭിചാരം തൊഴിലാക്കേണ്ടി വന്നു. കുടുംബത്തൊരു നേരമെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. അവളെ പഴി പറഞ്ഞ നിങ്ങൾ പണവും ഐശ്വര്യവും ആവശ്യത്തിലേറെ ഉണ്ടായിട്ടും അതേ തൊഴിൽ എന്തിന് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു? ഇത് പറയാനാണോ താൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അല്ലാതെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണെന്ന് കരുതിയോ? എടോ, തനിക്കെന്നെ ശരിക്കും അറിയില്ല. ഉവ്, ഇടുക്കിക്കാരി ജാനു 17-ാം വയസ്സിൽ ബോംബെക്ക് പോയി മാമോസാമുക്കി മേരിയായത്, അവിടെ ശരീരം വിറ്റ് കഴിഞ്ഞത്, അവിടെ നിന്ന് അബ്ദുറഹിമാൻ എന്ന കള്ളക്കടത്തുകാരനോട് ഗൾഫിലേക്ക്. ഇതിന് പകരം ഞാൻ നിന്നോട് ഒരു പുല്ലും ചെയ്യാൻ നോക്കില്ല. ഈ കേസിൽ സഹദേവനോടൊപ്പം നിന്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. നമുക്ക് കാണാം. ആ കാണാം.